രണ്ട് കൈകളിലും പ്ലാസ്റ്റർ ഇട്ട അമ്മയുടെ ഒക്കത്തിരിക്കുന്ന അർഷിദ് എന്ന 1.5 വയസ്സുകാരൻ്റെ ദൃശ്യങ്ങൾ ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ്. ആ കുരുന്ന് ഈ ചെറിയ പ്രായത്തിനിടെ അനുഭവിക്കാത്ത വേദനകളില്ല. അച്ഛൻ്റെ മരണവും അമ്മയുടെ വഴിവിട്ട ജീവിതവും നേരിൽ കാണേണ്ടി വന്ന ഗതികേട്, അതോടൊപ്പം അമ്മയുടെ കാമുകൻ്റെ ക്രൂരതകൾ. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിനാകെ 51 മുറിവുകൾ, പൊള്ളലേൽപ്പിച്ച പാട്, സ്വകാര്യ ഭാഗത്ത് വരെയും പരിക്ക്. ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞ് കരഞ്ഞതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി അഷ്കറിൻ്റെ മൊഴി. കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ തെളിവെടുപ്പിനെത്തിച്ച അഷ്കറിനെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു. അയാളുടെ കാറും അടിച്ചു തകർത്തു. ഇയാൾ ആദ്യ ഭാര്യയെയും ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്നാണ് വിവരം. രാവിലെ 11 മണിയോടെയാണ് മുഖ്യപ്രതി അഷ്കറിനെ തെളിവെടുപ്പിനായി പനവൂർ കരിങ്കുടിയിലെ വീട്ടിലെത്തിച്ചത്. പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പ്രദേശത്ത് അടിച്ചുകൂടിയത്. സുരക്ഷയ്ക്കായി വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ അഷ്കറിനെ പോലീസ് പുറത്തിറക്കിയതിന് പിന്നാലെ നാട്ടുകാർ ഇയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. എന്ത് ക്രൂരതയാണ് കുഞ്ഞിനോട് കാട്ടിയതെന്ന് പറഞ്ഞ് സ്ത്രീകളടക്കമുള്ളവരും പ്രതിക്ക് നേരെ ആക്രോശിച്ചു. ആൾക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചതോടെ പോലീസുകാർ നന്നേ പാടുപെട്ടാണ് പ്രതിയെ വീടിനകത്തേക്ക് കൊണ്ടുപോയത്. തുടർന്ന് വീട്ടിലും പുറത്തും മിനിറ്റുകൾക്കകം തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് പ്രതിയുമായി മടങ്ങി. ഇതിനിടെ അഷ്കർ ഉപയോഗിക്കുന്ന കാറും നാട്ടുകാർ അടിച്ചു തകർത്തു. 1.5 വയസ്സുകാരൻ അർഷിദിനെ കൊലപ്പെടുത്തിയത് ചോറ് കൊടുക്കുമ്പോൾ കരഞ്ഞതുകൊണ്ടാണെന്നാണ് അഷ്കറിന്റെ മൊഴി. ദേഷ്യം വന്നപ്പോൾ കുഞ്ഞിന്റെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. ഇതോടെ കുഞ്ഞിന്റെ ബോധം നഷ്ടമായി. പിന്നീടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ലൈറ്റർ ഉപയോഗിച്ചാണ് കുഞ്ഞിനെ പൊള്ളിച്ചതെന്നും അഷ്കർ പറഞ്ഞു. കുഞ്ഞിന്റെ ശരീരത്തിൽ മരണകാരണമായ മർദ്ദനങ്ങൾ ഉൾപ്പെടെ 51 മുറിവുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കുട്ടിയെ അഷ്കർ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്നും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. 2 വർഷം മുൻപ് അഖില 3 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് ഭർത്താവ് അഖിൽ ജീവനൊടുക്കിയത്. തുടർന്ന് അഖില 6 മാസം മുൻപ് കുട്ടിയുമൊത്ത് ഡ്രൈവറായ അഷ്കറിനൊപ്പം താമസം തുടങ്ങി. അയൽക്കാരുമായോ നാട്ടുകാരുമായോ ഇവർ അധികം ബന്ധം പുലർത്തിയിരുന്നില്ല. അടുത്തിടെ കുഞ്ഞിന്റെ 2 കൈകളും ഒടിഞ്ഞിരുന്നു. ഇത് കളിപ്പാട്ട സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് അമ്മ പറഞ്ഞിരുന്നെങ്കിലും അഷ്കർ ഉപദ്രവിച്ചതാകാമെന്നാണ് സംശയം. ഇതിനിടെ അഖിലയും അഷ്കറും കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചിരുന്നതായും സൂചനയുണ്ട്. അഖില എഴുതിയതെന്ന് കരുതുന്ന ഒരു കുറിപ്പും പാതി കത്തിക്കരിയുന്ന രീതിയിൽ കണ്ടെത്തി. എന്നാൽ ഇതേക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. കുഞ്ഞിനെ തന്റെ അമ്മയായ റീനയെ ഏൽപ്പിച്ചാണ് നർത്തകിയായ അഖില പരിപാടികൾക്ക് പോയിരുന്നത്. എന്നാൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ റീനയ്ക്ക് കുഞ്ഞിനെ പരിപാലിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതേ ചൊല്ലി ഇവർക്കിടയിൽ വഴക്കും പതിവായിരുന്നു. ഇതോടെ അമ്മ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് ഇടപെട്ട് അഖിലയോട് കുഞ്ഞിനെ നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞതോടെ അച്ഛൻ അഖിലിന്റെ വീട്ടുകാരും പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്ന് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സമവായമുണ്ടാക്കി. അതിനിടെയാണ് കൊലപാതകം. സംഭവ സമയത്തും അഖില നൃത്ത പരിപാടിക്കായി തമിഴ്നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. തൊണ്ടയിൽ ചോറ് കുടുങ്ങിയെന്ന് പറഞ്ഞാണ് അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരമർദ്ദനമേറ്റതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതോടെയാണ് അഖിലയെയും അഷ്കറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിന്റെ കൊലപാതകം നെഞ്ചുലയ്ക്കുന്ന സംഭവമാണെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. സ്വന്തം കുഞ്ഞിന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് രണ്ടാനച്ഛൻ ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണല്ലോ. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാത്ത, ആ വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയാ, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. അതിനിടെ അഷ്കർ ആദ്യ ഭാര്യ ആമിനെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നതായ വിവരം പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദനം മൂലം ആമിന കിടപ്പിരോഗിയായി 1 വർഷമായി ബോധമില്ലാത്ത അവസ്ഥയിലാണ്. അടുത്തിടെയാണ് ചെറുതായി ഓർമ്മശക്തി തിരിച്ചു കിട്ടിയത്. ആമിനയുടെ സഹോദരന്റെ മരണത്തിലും അഷ്കറിന് പങ്കുണ്ടെന്ന് മാതാവ് ഷജിന ആരോപിച്ചു. മകനെ കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ മകനെ ദുരൂഹ സാഹചര്യത്തിൽ മുങ്ങി മരിച്ചതിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും ഷജില പറഞ്ഞു. ആമിനയുമായുള്ള ബന്ധം അഷ്കർ വേർപെടുത്തിയിരുന്നില്ല. ഇതിനിടയിലാണ്
അഖിലയുമായി അടുക്കുന്നത്. അഷ്കറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. ന്യൂസ് 18 നെടുമങ്ങാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.